ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ചയാണ്, ഡിസംബർ മാസം 7-ാം തീയതി. വലിയ സന്തോഷത്തോടെ നിങ്ങളോട് കൂടി ആയിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം പഠിച്ച വചനങ്ങൾ വീണ്ടും ആവർത്തിക്കുവാൻ ദൈവം തന്ന വലിയ അവസരത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. അപ്പോൾ നമ്മൾ 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെ പഠിച്ച വചനങ്ങൾ ആവർത്തിക്കുകയാണ്. 1-ാം തീയതി പഠിച്ച വചനം വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ എഴുതിയ 2-ാം അധ്യായം 10-ാമത്തെ വചനം. ദൂതൻ അവരോട് പറഞ്ഞു, ഇതാ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. അതായത് ദൂതൻ ആട്ടിടയന്മാർക്ക് കൊടുത്ത സന്ദേശമാണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത്. ഇതാ നിങ്ങൾ ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതായിരുന്നു നമ്മൾ 1-ാം തീയതി പഠിച്ച വചനം. 2-ാം തീയതി പഠിച്ച വചനം, വലിയ സന്തോഷം തന്നവൻ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ അലച്ചിലുകളും അറിയുന്നവനാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് 2-ാം തീയതി പഠിച്ച വചനം സങ്കീർത്തന പുസ്തകം 56-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനം. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. 56:8 സങ്കീർത്തനം 56:8 പറയുകയാണ്, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇനി 3-ാം തീയതി പഠിച്ച വചനം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാമത്തെ വചനം. അവിടെ 3 കാര്യങ്ങൾ ദൈവം നാം ചെയ്താൽ 3 കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വചനത്തിൽ പറയുകയാണ്. ഒരു വചനത്തിൽ കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ്, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന്. 3 കാര്യങ്ങൾ: തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും 3 തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. 3 കാര്യങ്ങൾ അവിടെ ആ വചനത്തിൽ പറയുന്നുണ്ട്. ഇനി 4-ാം തീയതി നാം പഠിച്ച വചനം വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനമാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ഓരോരുത്തരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അങ്ങനെ 4-ാം തീയതി പഠിച്ച വചനം. ഇനി 5-ാം തീയതി പഠിച്ച വചനം യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ. നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഇനി 6-ാം തീയതി പഠിച്ച വചനം, നമ്മൾ ഇന്നലെ പഠിച്ച വചനം, അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 8-ാമത്തെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി മരിച്ച, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന, നമ്മെ രക്ഷിക്കുന്ന, നമ്മുടെ കരം പിടിച്ച് നടത്തുന്ന നല്ല കർത്താവിൻ്റെ വചനം. ആ വചനത്തിൻ്റെ പൊരുളിതാണ്, നാം പാപികളായിരിക്കെ പാപം ചെയ്ത് ഈ ലോകത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ ഭാരമാണ് പാപഭാരം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ പേറുന്ന ഏറ്റവും വലിയ ഭാരമാണ് പാപഭാരം. ആ പാപത്തിൻ്റെ വലിയ കനം നമ്മിൽ നിന്ന് എടുത്തു മാറ്റുവാൻ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം, നമ്മെ സൃഷ്ടിച്ച ദൈവം സ്നേഹം പ്രകടമാക്കിയത് തൻ്റെ ഏകജാതനെ നൽകി. എവിടെ? കുരിശിൽ ജീവൻ നൽകി ബലി കഴിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാക്കി മാറ്റി. അപ്പം നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കിയത് തൻ്റെ പുത്രനെ ബലി കഴിച്ചുകൊണ്ടാണ്. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. പ്രിയപ്പെട്ടവർ, ഈ 6 വചനങ്ങൾ നാം പഠിക്കണം. ഈ 6 വചനങ്ങൾ നമ്മൾ പഠിച്ച് അതിൻ്റെ അഭിഷേകം, അതിൻ്റെ അനുഗ്രഹം നാം നേടണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരല്പസമയം കൂടുതലെടുത്തോ എന്നെനിക്ക് സംശയമുണ്ട്. സാരമില്ല, എങ്കിൽ പോലും ഈ വചനങ്ങൾ നാം പഠിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.